അവൻ സ്നേഹത്തെ സങ്കല്പിച്ചു, സ്വയം സ്നേഹമായി ഭവിച്ചു. അവൻ അനുരാഗത്തെ സങ്കല്പിച്ചു, അനുരാഗ വിവശനായി. അവൻ ഭംഗികളെ സങ്കല്പിച്ചു, അനുരാഗ ഭംഗിയിൽ ലയിച്ചു. പുലർവെട്ടത്തെ സങ്കല്പിച്ചപ്പോൾ പ്രഭാത സൂര്യനായും, പ്രകാശത്തെ സങ്കല്പിച്ചപ്പോൾ ആന്തരിക ദീപ്തിയായും, പ്രണയത്തെ സങ്കല്പിച്ചപ്പോൾ പ്രണയാർദ്രനായും, പുഷ്പങ്ങളെ സങ്കല്പിച്ചപ്പോൾ വസന്തമായും മാറി. ഋതുക്കൾ ഞാനാകുന്നു. പ്രണയാർദ്രമായ ഈ നോവലിലൂടെ കടന്നു പോകുമ്പോൾ ഇതേ വിധമുള്ള നിരവധിയായ പ്രയോഗങ്ങളും ഉദ്ധരണികളും കാണാം. പ്രണയം, വിരഹം, അർത്ഥം, കാമം, മോക്ഷം, പുനർജന്മം തുടങ്ങി തത്വചിന്താപരമായ കാഴ്ചപ്പാടുകൾ ഈ പ്രണയ നോവലിൽ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. ചങ്ങമ്പുഴയുടെ പ്രണയ ജീവിതവും കാവ്യജീവിതവുമാണ് ഈ നോവലിലെ പ്രമേയം. ചങ്ങമ്പുഴയും ലക്ഷ്മി എന്ന കാമുകിയുമാണ് കഥാപാത്രങ്ങൾ. ലക്ഷ്മി സാങ്കല്പിക പേരാണെങ്കിലും സംഭവം ചരിത്ര സത്യമാണ്. നോവലിസ്റ്റായ എബ്രഹാം മാത്യു ഒരു ടെലിവിഷൻ ജേർണലിസ്റ്റായിരുന്നു. തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹം കണ്ടെത്തിയ ചങ്ങമ്പുഴയുടെ കാമുകിയായ ലക്ഷ്മിയെ അദ്ദേഹം ടെലിവിഷനിൽ അവതരിപ്പിച്ചിരുന്നു. ഈ പ്രണയിനിയെ മുൻനിർത്തിയാണ് ചങ്ങമ്പുഴ ഉദ്യാനലക്ഷ്മി എന്ന കവിത എഴുതിയത്. ചങ്ങമ്പുഴയുടെ ഭ്രാന്തവും അപകടകരവുമായ പ്രണയജീവിതവും ലക്ഷ്മിയുടെ വേർപിരിയലുമാണ് എബ്രഹാം മാത്യു കാവ്യനോവലായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതു കാലത്തെയും അതിജീവിക്കുന്ന പ്രണയമാണ് ഋതുക്കൾ ഞാനാകുന്നു എന്ന നോവലിന്റെ വശ്യത. തുറന്നതും തുറക്കാത്തതുമായ വാതിലുകളിലൂടെ ഒരു പാതിരാക്കാറ്റ് വീട്ടിനുള്ളിലേക്ക് തള്ളിക്കയറുന്നു. അമ്മയുടെ കയ്യിൽ പിടിച്ചവർ കാറ്റിൽ പരിഭ്രമിച്ച് കൈ മലർത്തുന്നു. ഒരു നിമിഷം കൊണ്ട് പാലപൂത്ത സുഗന്ധം വന്ന് വീടിനെ വീർപ്പുമുട്ടിക്കുന്നു. അടുത്ത ക്ഷണം അമ്മയുടെ മുറിയിലേക്ക് സുഗന്ധം പ്രവഹിക്കുന്നു. സുഗന്ധ തൽപ്പത്തിൽ അമ്മ ഉറങ്ങുന്നു. നോവലിൽ ലക്ഷ്മിയെ അവതരിപ്പിക്കുന്നത് അഭിമുഖം ചെയ്യുന്ന മാതൃകയിലാണ്. മനസ്സ്, വാക്ക്, സങ്കല്പം, മോക്ഷം, കർമ്മം, അനന്തത, സ്നേഹം എന്നിങ്ങനെയാണ് ഓരോ അധ്യായങ്ങളും വികസിക്കുന്നത്. ഉപനിഷത്തിൽ ചർച്ച ചെയ്യുന്ന മനുഷ്യാസ്തിത്വം ഈ നോവലിലും ചർച്ച ചെയ്യുന്നുണ്ട്. ദുഃഖത്തിന്റെ ഉപാസകനാണെന്ന് ആളുകൾ വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ. എന്റെ വരികൾ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ട് സന്തോഷത്തെയും ദുഃഖത്തെയും ഒരേ വിധം ഞാൻ ഉപാസിക്കുന്നു. ഞാനുള്ളപ്പോൾ എന്തിനാണ് ശോകം? നിന്നെ എന്തിലും അധികമായി സ്നേഹിക്കുന്നതിനാൽ സ്നേഹം ശോകമാകുന്നു. എന്നെ പിരിയുമോ? ലക്ഷ്മി സംശയിക്കുന്നു. നിന്നെയോ? മരണഗോപുര ദ്വാരമെത്തും വരെ പിരിയുകയില്ല നിന്നെയൻ ശോകമേ. ഒരു തരത്തിൽ പരാജയപ്പെട്ട പ്രണയമായിരുന്നു ചങ്ങമ്പുഴയുടേതും ലക്ഷ്മിയുടേതും. പക്ഷേ പ്രണയം മരിക്കുന്നില്ല എന്ന തിരിച്ചറിവിൽ 85-ാം വയസ്സിലും ലക്ഷ്മി ചങ്ങമ്പുഴയെ തിരയുകയാണ് നോവലിൽ. പ്രണയത്തിന് മരണമില്ല. വീണ്ടും ഒരു കനത്ത കാറ്റ് വീട്ടിനുള്ളിലേക്ക് അടിച്ചു കയറുന്നു. ഉടൻ കാറ്റ് തിരികെ പോകുന്നു. പാലപൂത്ത സുഗന്ധം കാറ്റിനൊപ്പം തിരികെ പോകുന്നു എന്ന് കാവ്യ നോവൽ അവസാനിക്കുന്നു. മനസ്സിൽ ഒരു നോവ് പരത്തിക്കൊണ്ടാണ് അവസാനം. സ്വന്തം ഞരമ്പുകളിൽ പ്രണയത്തിന്റെ അഗ്നിപുഷ്പങ്ങൾ സൂക്ഷിച്ച കാവ്യഗന്ധർവന്റെ ജീവിതം ഒരു അസാധാരണ രചനയായി ഭാഷയ്ക്ക് സമ്മാനിച്ച എബ്രഹാം മാത്യുവിന് നന്ദി. പ്രണയത്തെക്കുറിച്ച് പറഞ്ഞതും പറയാനുള്ളതും പറഞ്ഞുകൊണ്ടിരുന്നതും ഈ നോവലിൽ ഒന്നുചേരുന്നു. ചങ്ങമ്പുഴ കവി മാത്രമായിരുന്നില്ല, ദാർശനികനായ ഒരു തത്വചിന്തകൻ കൂടിയാണെന്ന് നോവലിസ്റ്റ് സമർത്ഥിക്കുന്നു. 85-ാം വയസ്സിൽ ചങ്ങമ്പുഴയെ തിരയുന്ന ലക്ഷ്മി ഒടുവിൽ അദ്ദേഹത്തിന്റെ അസ്ഥിമാടം കാണുമ്പോഴേക്കും മറവി രോഗം അവരെ കീഴടക്കിയിരുന്നു. ആ അസ്ഥിമാടം ആരുടേതാണെന്ന് തിരിച്ചറിയാൻ അവർക്കാകുന്നില്ല. സഹായികൾ അവരെ താങ്ങി തിരികെ കൊണ്ടുപോകുന്നു. ചങ്ങമ്പുഴയുടെ ആത്മാംശമുള്ള കൃതിയായ സ്പന്ദിക്കുന്ന അസ്ഥിമാടത്തിലെ ചില വരികൾ ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴയുടെ ശവകുടീരത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ലക്ഷ്മി അത് വായിക്കാൻ കഴിയാതെ തിരികെ പോകുന്നതോടെ നോവൽ അവസാനിക്കുന്നു. ആ വരികൾ ഇങ്ങനെ: പാലപൂത്ത പൂമണമെത്തി പാതിരയെ പുണരുമ്പോൾ മന്ദം മന്ദം മിടിപ്പതായി കേൾക്കാം സ്പന്ദനങ്ങൾ ഈ കല്ലറയ്ക്കുള്ളിൽ.